സാന്ദ്ര തോമസും അതുപോലെ തന്നെ പ്രൊഡ്യൂസർ അസോസിയേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ മമ്മൂട്ടി ഇടപെട്ടു എന്നൊക്കെ പറയുന്നു. എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ? ഈ മമ്മൂട്ടി സാന്ദ്ര തോമസിനെ വിളിച്ച് ഒരു 45 മിനിറ്റ് സംസാരിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ അതിനകത്തേക്ക് വരാം. കാരണം ആദ്യം നമ്മൾ ഈ വിഷയം എന്താണെന്ന് കേൾക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവണമല്ലോ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. ആ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ സാധാരണ എല്ലാ തവണയും തന്നെ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ AMMയിലൊക്കെ നടക്കുന്ന പോലെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് തെരഞ്ഞെടുപ്പാണ് നടക്കാറുള്ളത്. എന്ന് പറഞ്ഞാൽ നിങ്ങളും കൂടി ഇത് മത്സരിച്ചേക്കെന്ന് പറയും. മനസ്സിലായി? തോക്കുമെന്നൊക്കെ അറിയാം, പക്ഷേ ഒരു ജനാധിപത്യം ഉണ്ടെന്നൊക്കെ നമ്മൾ പുറത്ത് കാണിക്കണ്ടേ. ആകെ 504 പേരേ ഉള്ളൂ. അപ്പോൾ നിങ്ങളും കൂടി പ്ലീസ് ദൈവത്തെ ഓർത്ത് മത്സരിക്കുമെന്ന് പറയാം. എന്നിട്ട് എന്ത് ചെയ്യും? അവർ തോക്കും. അപ്പോൾ അതേ ഞാൻ ജയിച്ചെന്നൊക്കെ പറയും. സത്യത്തിലൊരു മത്സരം നടക്കാറില്ല. ഇത്തവണ AMMയിൽ അങ്ങനെയല്ല. ഇത്തവണ നല്ല കൊടിയ മത്സരമാണ് നടക്കണം. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ മോഹൻലാലും അതുപോലെ തന്നെ മമ്മൂട്ടിയൊക്കെ മറ്റേ ഇത്തരത്തിലുള്ള ആളുകളൊക്കെ മാറിയുന്നതുകൊണ്ട്, സിദ്ദിഖൊക്കെ മാറിയുന്നതുകൊണ്ട് ബാക്കിയുള്ളവരൊക്കെ തമ്മിൽ മത്സരിക്കുന്നു. അതിൻ്റെ വീറും വാശിയൊക്കെ കാണാനുണ്ട്. അവിടെ പൊന്നമ്മ ബാബു മറ്റേ മെമ്മറി കാർഡ് എവിടെ എന്നൊക്കെ ചോദിച്ചിട്ടൊരു മറുപടിയില്ല. എന്ന് പറഞ്ഞാൽ ഒരു മോശപ്പെട്ട ഒരു രംഗമാണ് ഇതൊക്കെ. ഇനി സാന്ദ്ര തോമസിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ, സാന്ദ്ര തോമസ് കഴിഞ്ഞ ദിവസം പർദ്ദയിട്ടാണ് അവിടെ പോയത്. അപ്പോൾ പർദ്ദയിട്ട് പോകാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരു മീറ്റിങ്ങിൽ സാന്ദ്ര തോമസിനെ വിളിച്ചു വരുത്തിയിട്ട് എല്ലാവരും കൂടി സംസാരിക്കുന്നത് സാന്ദ്ര തോമസിൻ്റെ ശരീരം നോക്കിക്കൊണ്ട് അതിലെന്തോ ഈ പറയുന്ന പോലെ ഒരു താഴേക്കുള്ള ഹുക്ക്, അതായത് ഏറ്റവും മുകളിലുള്ള കഴുത്തറ്റം വരെയായിട്ട് അവർ ഇട്ടില്ല. അതുകൊണ്ടാണ് കഴുത്തറ്റം ഇത്രം മാറ്റിയാൽ തന്നെ ഇവരെന്ത് ചെയ്യും? നോക്കും. അത്തരത്തിലുള്ള ആളുകളാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോൾ അവരെ കൂടി നോക്കിയതുകൊണ്ട് അതിൽ മറ്റൊരു പ്രൊഡ്യൂസറായിട്ടുള്ള സന്ദീപ് സേനൻ, ആ പുള്ളി തന്നെ സാന്ദ്രയോട് പറഞ്ഞിരുന്നു ആ ഹുക്കിഡ് അല്ലെങ്കിൽ വലിയ കോമഡി ആവുമെന്ന് പറഞ്ഞു. മനസ്സിലായി? എത്രമാത്രം ആഭാസന്മാരായിട്ടുള്ള ആളുകളായിരിക്കും. അതായത് നമ്മളൊരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു, നമ്മളെല്ലാം സഹപ്രവർത്തകരാണ്, അപ്പോൾ പോലും നമ്മൾ അവരുടെ ഡ്രസ്സും ഇതുമാണ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഞരമ്പന്മാരാണ് ഇവർ. ഒക്കെ ഒരു സംശയമില്ലാത്ത കാര്യം. അപ്പോൾ അത്തരത്തിലാണ് സാന്ദ്ര തോമസ് ആദ്യം തന്നെ ഒരു വെടി പൊട്ടിക്കുന്നത്. ഇനി സാന്ദ്ര തോമസിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു. ഞാൻ ഞെട്ടിപ്പോയി ശരിക്കും പറഞ്ഞാൽ. അതെന്താ വെച്ചാൽ വേറൊരു പുള്ളിക്കാരിയുണ്ട്. ആ പുള്ളിക്കാരിയുടെ പേര് എന്തോ കുര്യൻ എന്ന് പറയുന്ന ഒരു ലേഡി. എന്താണ് അവരുടെ പേര്? ഷീല കുര്യൻ. ഷീല കുര്യൻ. അവരാകെ 2 സിനിമയായിട്ട് എടുത്തിട്ടുള്ളൂ എൻ്റെ അടിസ്ഥാനത്തിൽ. എന്താണ്? സെലിബ്രേഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ മിത്ര എന്നൊക്കെ പറയുന്ന 2 സിനിമ എടുത്തു. അവർക്കൊരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ഈ ഷീല കുര്യൻ പറയണ കേട്ടിട്ട് അവർ നേരത്തെ ഇൻ്റർവ്യൂ കണ്ടിട്ടുണ്ട്. അത് കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയിരുന്നു. എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ മീറ്റിങ്ങിന് ഇവർ വരും. മീറ്റിങ്ങിന് വന്നതിന് ശേഷം ഇവരിറങ്ങുമ്പോൾ ഇവരെ വളരെ പരിചയമുള്ളൊരു സുഹൃത്തിനോട് എന്ത് ചെയ്യുന്നു? വരൂ, അപ്പോൾ എൻ്റെ കയ്യിൽ വണ്ടിയില്ല, എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. പക്ഷേ പുള്ളി കയറുന്നു. പക്ഷേ ഡ്രോപ്പിംഗ് അല്ലട്ടോ പുള്ളിയുടെ ഉദ്ദേശം. അപ്പോൾ പുള്ളിയുടെ ഉദ്ദേശം വേറെയാണ്. അത് മറ്റേ ഗ്രോപ്പിംഗ് ആണ്. അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ പുള്ളി കയറുന്നു. പുള്ളി കയറിയിട്ട് എന്ത് ചെയ്യുന്നു? ഇവരുടെ മേത്തൊക്കെ തട്ടവും മുട്ടൊക്കെ ചെയ്യുന്നു. അതിനുശേഷം ഒരു പോയിന്റ്, ഒരു കവലയിലേക്ക് എത്തുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇയാൾ കയറി കടന്നു പിടിക്കുന്നു ഇവരെ. ആ സ്ത്രീക്ക്, ആ ഷീല കുര്യൻ എന്ന് പറഞ്ഞ സ്ത്രീക്ക് 27 വയസ്സുള്ള മകനുണ്ട്. യുവമാർക്ക് ഇതൊന്നും പ്രശ്നമല്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ കയറി പിടിക്കുന്നു. അങ്ങനെ കയറി പിടിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു? അപ്പോൾ ഇവർ സൈഡിൽ വണ്ടി ഒതുക്കുന്നു. വണ്ടി ഒതുക്കിയപ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നു? ഇപ്പോൾ അതിൻ്റെ ഡോറ് തുറന്ന് എഴുന്നേറ്റ് പോകുന്നു. പിന്നെ ഇവർ ആലപ്പുഴയിലേക്കാണ് താമസിക്കുന്നത്. ഇവർ 10-40 കിലോമീറ്റർ ഈ ആഘാതത്തിൽ, ഈ ട്രോമയിൽ ഇവരെന്ത് ചെയ്യുന്നു? വണ്ടി ഓടിച്ച് വീട്ടിലെത്തുന്നു. അപ്പോഴും ഇവർക്കൊരു പ്രതീക്ഷയുണ്ട്. എന്ന് പറഞ്ഞാൽ നാളെ വിളിച്ചിട്ട്, പിറ്റേ ദിവസം വിളിച്ചിട്ട് ഒരു അബദ്ധം പറ്റിപ്പോയതാണ്, എന്നെ ക്ഷമിക്കണം എന്ന് പറയുമെന്ന് വിചാരിച്ചു. അങ്ങനെയും പറഞ്ഞില്ല. പിന്നീട് മറ്റൊരു സന്ദർഭത്തിൽ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ കൾച്ചർ എന്താണെന്ന് പറയാനാണ് ഈ പറയണത്. ആ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിൽ വന്നപ്പോൾ വേറൊരു സ്ത്രീ ഇവർക്കുണ്ടായ ഒരു അനുഭവം പറയുന്നു. അപ്പോൾ ഇവരും പറയുന്നു. ഉടനെ തന്നെ നമ്മുടെ മഹാനായിട്ടുള്ള ലിസ്റ്റിൻ സ്റ്റീഫൻ ഇവൻ പറയുന്നതാണ്, അത് ചേച്ചിയുടെ ഡ്രൈവിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്തതല്ലേ. യഥാർത്ഥത്തിൽ മറ്റേ അവനെ പിടിച്ചവനെ വെറുതെ വിട്ടാൽ പോലും ലിസ്റ്റിൻ സ്റ്റീഫനെ വെറുതെ വിടാൻ പറ്റില്ല. അവനെ കരണക്കുറ്റിക്കിട്ട് അടിക്കുന്നതാണ്. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? അല്ല, അവരൊന്ന് ആലോചിച്ച് നോക്കി. ഇവരൊരു സ്ത്രീ വന്നൊരു കാര്യം പറയുമ്പോൾ എന്ത് ചെയ്യുന്നത്? ചേച്ചിയുടെ ഡ്രൈവിംഗ് ഒന്ന് ടെസ്റ്റ് ചെയ്തല്ലേ ഇത്. ഇവൻ്റെ, ഞാൻ പറയുന്നില്ല ബാക്കി, ഇവൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ആണ് ഇത് ചെയ്തെങ്കിൽ ഇവന് ഈ വർത്താനം പറയൂ. പിന്നെ ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇവരുടെ പത്രിക തള്ളിപ്പോയല്ലോ. ഈ പത്രിക തള്ളതിന് മുമ്പ് ഇവർ ഇതേ ഭരണാധികാരി എന്ന് പറയുന്ന ഒരാളുടെ, അയാളുടെ നട്ടലില്ലാത്തവനാണ്, ഇവരുടെ കൂടെ നിൽക്കുന്ന ഒരുത്തരാണ്. അയാളുടെ ഒപ്പം അടുത്ത് ചെന്ന് ഇവരെയൊന്ന് കണ്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞു നിന്ന്, നിങ്ങളുടെ പത്രിക ഞാൻ തള്ളും, എനിക്ക് വേറെ വഴിയില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് ഇനി അടുത്തും പോട്ടെ, നമ്മൾ കാണുന്ന ദൃശ്യം എന്താ? ഒരു ഭരണാധികാരി ഇവിടെ ഇരിക്കുന്നു, തൊട്ടിപ്പുറത്ത് സുരേഷ് കുമാർ ഇരിക്കുന്നു, മറ്റേ രാകേഷ് എന്ന് പറയുന്ന പ്രസിഡൻ്റാണെന്നോ എന്തോ തോന്നുന്നു അവനും ഇരിക്കുന്നു. ഇത്തരത്തിലുള്ള ആളുകൾ ഇങ്ങനെയാണ് ഷിബിലി എന്ത് ചെയ്യണത്? ഒരു ഭരണാധികാരി ഇരിക്കുന്നത്. നമ്മളിവിടെ ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ നേരെ എന്ത് ചെയ്യും? തെരഞ്ഞെടുപ്പിൻ്റെ ഭരണാധികാരി വരുന്നു, തൊട്ടിപ്പുറത്ത് MLA ഇരിക്കുക.
അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പുറത്ത് വിളിച്ചിരിക്കുന്നത് വരും, നിങ്ങൾക്ക് പറയാനുള്ളത് പറയുമെന്ന് പറയും. പിന്നെ ഒരു കാര്യം പറയാം, ഈ സംഘടന വലിയ ഗ്രോത്തിലാണ് കേട്ടോ. കാരണം നേരത്തെ 600 പേരുണ്ടായിരുന്നു, ഇപ്പം 300 പേരേ ഉള്ളൂ. മനസ്സിലായല്ലോ. എന്നിട്ട് ഇവരൊരു വലിയ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ബിൽഡിംഗ് കിട്ടിയിട്ടുണ്ട്. ആ ബിൽഡിങ്ങിനകത്ത് റൂമുണ്ട്. ആ റൂം പോലും വലിയ തോതിൽ ദുരുപയോഗം ചെയ്യുകയാണ്. അവിടെ നടക്കുന്നതൊക്കെ വലിയ കൊള്ളയാണ്. ആ കൊള്ള നടത്താൻ വേണ്ടിയിട്ടാണ് സുരേഷ് കുമാറും രാകേഷും ഈ ലിസ്റ്റിൻ സ്റ്റീഫനും ഇവരൊക്കെ കൂടി ഇരിക്കണമെന്നാണ് പറയണം. ഇവർക്ക് എല്ലാവർക്കും എതിരെയാണ് മറ്റേ സാന്ദ്ര തോമസ് കേസിന് പോയേക്കണം. എന്നിട്ട് നമ്മുടെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ യുവജന സംഘടനകൾക്കോ വനിതാ സംഘങ്ങൾക്കോ ഒന്നും ഒരു മിണ്ടാട്ടുമില്ല. മനസ്സിലായോ? വനിതാ മോർച്ചക്കുമില്ല, ഐഡ്വക്കുമില്ല. ഐഡ്വ എന്ന് പറയുന്നത് സാധാരണക്കാർ മനസ്സിലാവില്ല. എന്താ വെച്ചാൽ ദേശീയ മറ്റേ മഹിളാ സംഘടനയാണ് CPM-ൻ്റെ, ഓൾ ഇന്ത്യ ഡെമോക്രാറ്റിക് വുമൻസ് അസോസിയേഷൻ, ഐഡ്വക്കും മിണ്ടാട്ടുമില്ല. കോൺഗ്രസിനൊന്നും പിന്നെ ഇതില്ലല്ലോ. കോൺഗ്രസൊക്കെ പിന്നെ മിണ്ടിയില്ലെന്ന് നമ്മൾ പരാതിയൊന്നും പറയാനില്ല. കാരണം അവർക്ക് അവരുടെ ഇടയിൽ തന്നെയുള്ള പ്രശ്നം തീർക്കാൻ പറ്റുന്നില്ല. മനസ്സിലായേ? ഇപ്പോൾ പുതിയ പുതിയ പല പ്രശ്നങ്ങളും ഓരോന്നാദ്യം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ യൂത്തന്മാരുടെ സംഘടനക്കകത്തൊക്കെ തന്നെ വലിയ പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ പറയില്ല. അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും തീർക്കാൻ തന്നെ അവർക്ക് നേരെയില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ എന്ത് ചെയ്യും? പോട്ടെ, CPI പോലെയുള്ള ചെറിയ സാധാരണക്കാരെ ഒരു ഏറ്റവും വലിയ പാർട്ടി, രണ്ടാം നിരക്കുന്ന പാർട്ടിയുണ്ട്, അവർക്കും ഇതിലൊരു ഇതില്ല. നമ്മുടെ നാട്ടിൽ ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കണേ. കുറേ അടിമക്കൂട്ടങ്ങൾ ഈ MMA എന്ന് പറയുന്ന സംഘടനയിൽ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലൊക്കെ ഉണ്ടാവും. എന്നിട്ട് ഞാൻ പറഞ്ഞ മമ്മൂട്ടിയുടെ വൃത്തികേടാണ്. ഇയാൾക്കൊക്കെ ഈ 73 വയസ്സിൽ ഇതിൻ്റെ വല്ല ആവശ്യം ഉണ്ടെന്ന് ഞാൻ ചോദിക്കണം. ഇയാൾ മറ്റേ ആൻഡോ ജോസഫിന് വേണ്ടിയിട്ടായിരിക്കും എന്ത് ചെയ്തേക്കണം, ഈ സാന്ദ്രയെ വിളിച്ചിട്ട് 45 മിനിറ്റ് പുള്ളി സംസാരിച്ചത്. 45 മിനിറ്റ് സംസാരിച്ചിട്ട് പുള്ളിയോട് പറയുന്നത് എന്തെന്ന്, സാന്ദ്രയോട് ഈ മത്സരത്തിൽ നിന്ന് പിന്മാറാൻ. പിന്നെ നിങ്ങളെല്ലാവരും അറിയേണ്ട ഒരു കാര്യം, ഈ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ അതുപോലെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ, ഈ അസോസിയേഷനൊക്കെ ഒരു പ്രത്യേകത ഉണ്ടെന്ന് അറിയാമോ? അവരുടെയൊക്കെ ആകെയുള്ള ഉദ്ദേശം കാശ് മാത്രം. ഇപ്പോൾ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ഒരു വലിയ എമൗണ്ട് എന്ത് ചെയ്യുന്നു, അഴിമതിക്ക് കൈക്കൂലി കൊടുക്കുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, കാശുണ്ടാക്കുന്നു. അല്ലാതെ ഒരു പണിയോട്, ഇപ്പം ഒരു ആർക്കിടെക്റ്റാണ്, ഒരു ബിൽഡറാണെന്നൊക്കെ പറഞ്ഞാൽ പോലും ചിലപ്പോൾ കുറച്ച് എസ്തെറ്റിക് സെൻസ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഈ റോഡ് പണിയുന്ന ആളുകൾക്കോ ബാക്കിയുള്ളവർക്കൊന്നും അങ്ങനെ ഒരു കാര്യവുമില്ല. മനസ്സിലായി? കരാറെടുക്കുന്നവർ ബാക്കിയുള്ള ആളുകൾക്കൊന്നും അങ്ങനെയില്ല. പകരം അവരെല്ലാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കാശ് കൊടുത്ത് കാശുണ്ടാക്കാൻ വേണ്ടി. അതുകൊണ്ട് ആ അസോസിയേഷനൊക്കെ എപ്പോഴും പ്രശ്നങ്ങളായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ മുത്താപ്പയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ. കാരണം ഒരൊറ്റ മാസം കൊണ്ട് 2 മാസം കൊണ്ട് വേണമെങ്കിൽ 5 കോടി 10 കോടി കിട്ടാവുന്ന ഒരു സംഭവമാണത്. വേറെ ഒരു ബിസിനസ്സിനും അങ്ങനെയില്ല. ഇപ്പോൾ ആളുകളൊക്കെ പറയില്ല 220 പണം കൊടുത്ത് മുഴുവൻ പൊട്ടി എന്ന് പറഞ്ഞാൽ മുഴുവൻ പൊട്ടും. കാരണം നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഒരു ബിസിനസ്സിൽ നമ്മളൊരു 1 ലക്ഷം രൂപ ഇറക്കുന്നു, നമുക്കൊരു മാസം 10,000 രൂപ കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് സ്റ്റേബിളാണ്. മനസ്സിലായി? അല്ലാതെ നമ്മൾ ഇന്ന് 1 ലക്ഷം രൂപ ഇറക്കുന്നു, നാളെ 5 കോടി കിട്ടുന്നു എന്ന് പറഞ്ഞാൽ ആ ബിസിനസ്സിൽ നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം അതുപോലെ തന്നെ ലാഭവും നഷ്ടം ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. അതിൽ മറ്റേ ലാഭം മാത്രം പ്രതീക്ഷിച്ചാണ് ആളുകളൊക്കെ ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ അതിനകത്ത് നിന്ന് ഈ പറയുന്ന പോലെ ഇവരാരും ഇനി ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ തലപ്പത്തിരിക്കുന്ന ആരും തന്നെ വലുതായിട്ട് സിനിമയൊന്നും എടുക്കുന്നില്ല. ആൻഡോ ജോസഫ് എടുക്കുന്നുണ്ട്, ഏതോ ഒരു 100 കോടി രൂപ മുടക്കിയ സിനിമ എടുക്കുന്നുണ്ട്. 100 കോടി രൂപ മുടക്കാൻ ആൻഡോയുടെ കയ്യിലില്ല. പക്ഷേ ആൻഡോ ആരുടെയൊക്കെ പണം സംഘടിപ്പിച്ചാണ് എടുക്കുന്നത്. ലിസ്റ്റ് സ്റ്റീഫൻ പലിശക്കാരനാണ്, പലിശ കൊടുത്തുകൊണ്ടിരിക്കുകയെന്ന് പറയുന്നു. യഥാർത്ഥത്തിൽ ഓപ്പറേഷൻ കുബേരയൊക്കെ നിലനിന്ന നാടാണ്. ഇപ്പോൾ ആ നാട്ടിലെ പാവപ്പെട്ട സാധാരണക്കാരായ ഒരുപാട് പേരെ പിടിച്ചിട്ട് പോയതാണ്. ചെറിയ കിട പലിശ കൊടുക്കുന്ന ആളുകളെയൊക്കെ പിടിച്ചിട്ട് പോയതാണ്. ഈ ലിസ്റ്റ് സ്റ്റീഫനെ കുറിച്ച് ഏതെങ്കിലും അന്വേഷണം നടക്കണ്ട എന്നാൽ ആലോചിച്ച് നോക്കണം. പിന്നെ ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ അകത്ത് 4-5 റൂമുകളുണ്ട്. ആ റൂമുകളിൽ പോലും ഒരു സ്ത്രീകളെ ദുരുപയോഗിക്കാനാണ് ഇത് ഉപയോഗിക്കുന്നതെന്നാണ് സാന്ദ്ര പറയുന്നത്. സാന്ദ്ര പറയുന്ന അടുത്ത കാര്യം, ഞങ്ങളെപ്പോലെയുള്ള ആരെങ്കിലും ജയിച്ചു വന്നാൽ, ജയിക്കുമെന്ന് ഉറപ്പാണ്. കാരണം ഇവർക്കെതിരെ നേരിട്ട് എന്ന് പറയാൻ ആർക്കും ധൈര്യം ഇല്ലാത്തതുകൊണ്ട് 5-6 പേരുടെ കസ്റ്റഡിയിൽ ഈ സംഘടനയ്ക്കാണ്. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും വന്ന് വോട്ട് ചെയ്യും, അതുകൊണ്ട് ജയിക്കുമെന്ന് ഉറപ്പാണ്. അതുകൊണ്ടാണ് ഇവർ സാന്ദ്രയുടെ ഈ നോമിനേഷൻ തള്ളിച്ചേക്കണം. ഈ ഷീല കുര്യൻ എന്ന് പറയുന്ന ആ സ്ത്രീയൊക്കെ വന്ന് ഇപ്പോൾ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. അപ്പം അത്തരത്തിൽ വന്നാൽ സംഭവിക്കാൻ പറ്റുന്ന എന്താ പറയുക, ഇതിനകത്ത് നടന്നിട്ടുള്ള അങ്ങേയറ്റത്തെ അഴിമതിയുടെ കഥകളൊക്കെ തന്നെ പുറത്ത് വരും. അങ്ങനെ പുറത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിത് ചെയ്യുന്നത്. പിന്നെ അതിനകത്തുള്ള ഒരു പുള്ളിയുണ്ട്, പുള്ളി പ്രായമായി. നമുക്ക് ഞാൻ 2-3 തവണ ഈ അല്ലമീൻ കോളേജിൻ്റെ സ്കൂളിലൊക്കെ പ്രിൻസിപ്പളൊക്കെ ആയിരുന്നു, അന്നേരം കണ്ടിട്ടുള്ള ഒരാളാണ് സിയാദ് കോക്കർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഇടപെടാനൊക്കെ നല്ല മനുഷ്യൻ തന്നെയാണ്. പക്ഷേ ആ പുള്ളിയൊക്കെ ഇരുന്ന് പണ്ട് അശ്വന്ത് കോക്കിനെയാണ് ഏറ്റവും വലിയ പ്രശ്നമായി കണ്ടതും. അശ്വന്ത് കോക്ക് സിനിമ എടുത്ത് കാണിച്ചിട്ട് മാത്രമേ സിനിമയെക്കുറിച്ച് അഭിപ്രായം പറയാൻ
പാടുള്ളൂ. അതൊക്കെ എങ്ങനെയാണ്? അതായത് നമ്മളൊരു ചിക്കൻ കറി കഴിച്ചു, അത് മോശമാണെന്ന് പറയണമെങ്കിൽ നമ്മൾ ചിക്കൻ കറി ഉണ്ടായി കാണിച്ചു കൊടുക്കും. എന്നിട്ട് അശ്വന്ത് കോക്കിനെ നിയമപരമായിട്ടല്ലാതെയും ഞങ്ങൾ നേരിടുമെന്നാണ് ആര് പറഞ്ഞത്? ഈ സിയാദ് കോക്കർ. സിയാദ് കോക്കറൊക്കെ അത് പറയുമ്പോൾ സൂക്ഷിക്കണം. കാരണം പണ്ട് ഇല്ല അബു വധക്കേസ് എന്നൊരു വധക്കേസിൽ പുള്ളി പ്രതിയായതാണ്. അയാൾ പറയണത് ഞാൻ എന്ത് ചെയ്യുമെന്ന്. അതിൽ തന്നെയാണ് ബാബുരാജുമൊക്കെ പ്രതിയായത്. ഓർക്കണ്ടെങ്കിൽ ഫിലിം സ്റ്റാർ ബാബുരാജ്. പുള്ളിയുടെ പേരധികം വന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. പുള്ളിയുടെ തിയേറ്റർ ഉണ്ടായി കൊച്ചിയിൽ. അപ്പോൾ പുള്ളിയുടെ തിയേറ്റർ ആയിരുന്നു ഈ കൊച്ചിയിലുള്ള എറണാകുളത്തുള്ള ലുലു മൈമൂണൊക്കെ. അപ്പം അതുകൊണ്ട് അത്തരത്തിലുള്ള ആളുകളൊക്കെ ഇരുന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇവർക്കെതിരെ ഈ പുള്ളി ഭാഗ്യത്തിന് ഷൗട്ട് ചെയ്തില്ല കേട്ടോ. പക്ഷെ അശ്വന്ത് കോക്കിനെതിരെ പുള്ളി പറയുന്നുണ്ട് നിയമപരമല്ലാതെയും ഞാൻ നേരിടുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അപ്പം ഇത്തരത്തിൽ ഈ ഇന്ത്യയിലും കേരളത്തിലൊക്കെ നിലനിൽക്കുന്ന നിയമങ്ങളൊന്നും ബാധകമല്ലാത്ത, ഒരുവിധ ധാർമ്മിക മൂല്യങ്ങളും അനുസരിക്കാത്ത ആളുകളെക്കുറിച്ചൊന്നും മിണ്ടാൻ ഈ ആർഷഭാരതത്തിൻ്റെ സംസ്കാരം പറയുന്നവരുമില്ല, സ്ത്രീ സുരക്ഷ പറയുന്നവരുമില്ല, വിമോചനം പറയുന്നവരുമില്ല. പാവം സാന്ദ്ര ഒറ്റക്ക് ഇപ്പം സമരം ചെയ്യുകയാണ്. പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട്, സാന്ദ്രയുടെ സമരം കൊണ്ട് ഈ നാട്ടിലെ സാധാരണക്കാർക്ക് മനസ്സിലായി ഇവരുടെയൊക്കെ രൂപം പാവുമെന്നാണ്. ഈ നാട്ടിൽ നമ്മൾ മനസ്സിലാക്കണം, സച്ചിൻ ടെണ്ടുൽക്കർ നന്നായി ക്രിക്കറ്റ് കളിക്കുന്നുള്ളതുകൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ മിടുക്കനാണെന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. മമ്മൂട്ടി നന്നായി അഭിനയിക്കുന്നുള്ളതുകൊണ്ട്, അല്ലാതെ ഇവരൊക്കെ സ്ത്രീ സുരക്ഷയുടെ സ്ക്രീനിൽ കാണുന്ന പോലെ ഏതെങ്കിലും സ്ത്രീക്ക് പ്രശ്നമുണ്ടായാൽ ഇവരൊക്കെ വന്ന് ഇടപെടും, ഭയങ്കര തോതിൽ ഇവർ ഫൈറ്റ് ചെയ്യുമെന്നൊക്കെ നമ്മൾ വിചാരിച്ച് കളയത്. അങ്ങനെ ചെയ്യാത്തതുകൊണ്ടാണ് ഇവരിപ്പോഴും സൂപ്പർ സ്റ്റാറായി നിൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും കുറവ്, ബാക്കിയുള്ളവരൊക്കെ പോട്ടെ എന്ന് വിചാരിക്കാം. പക്ഷേ മമ്മൂട്ടി, താങ്കളെയൊക്കെ ആളുകൾ കാണുന്നത് ഇങ്ങനെയല്ല. ആവശ്യത്തിലേറെ സമ്പാദ്യം താങ്കൾക്ക് ഉണ്ടായിക്കഴിഞ്ഞു. കടവന്ത്രയിൽ വീടുണ്ട്, 10-50 വണ്ടികളുണ്ട്. ഇനി പുതിയ ബുക്കാട്ടി ഒന്നും മേടിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഇനിയുള്ള കാലം കാണും മര്യാദക്കാരനായി ജീവിക്ക്. എന്നിട്ട് സാന്ദ്രയൊക്കെ വിളിച്ചിട്ട് പറയും എനിക്കൊരു തെറ്റ് പറ്റി, സോറി. അല്ലാതെ ഒരു ജനാധിപത്യപരമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറണമെന്ന് സാന്ദ്രയോട് പറയേണ്ട ആവശ്യം മമ്മൂട്ടിക്ക് എന്താ? എൻ്റെ മമ്മൂട്ടിയോട് തിരിച്ച് സാന്ദ്ര ചോദിച്ചിരുന്നു, നിങ്ങളുടെ മകൾക്കാണ് ഇത്തരത്തിലുള്ള ഒരു അനുഭവം ഉണ്ടായെങ്കിൽ ഇത് പറയാമെന്ന് ചോദിച്ചു. പിന്നെ അപ്പോൾ മമ്മൂട്ടി പറഞ്ഞിരുന്നു എങ്കിൽ സാന്ദ്രയുടെ ഇഷ്ടം പോലെ. എന്തിനീ 70-73 വയസ്സിൽ ഇത്? പ്രായമായിട്ടില്ലെന്ന് മുഖത്ത് കുട്ടിയൊക്കെ ഇട്ടുകൊണ്ട് ശരിയാണ്, ഞങ്ങൾക്കും ചിലപ്പോൾ അവർക്കൊക്കെ തോന്നും. പക്ഷെ പ്രായമായെന്ന് താങ്കൾക്കും അറിയാം, നമുക്കൊക്കെ അറിയാം. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടിയൊക്കെ എന്ത് ചെയ്യും? ഇനിയുള്ള കാലം കുറച്ച് മര്യാദക്കൊക്കെ അങ്ങോട്ട്. വീട്ടിൽ 10-25 കാറ് കിടക്കുന്നുണ്ട്, നമുക്ക് ഒരു കാറ് ഓടിക്കാൻ പറ്റുള്ളൂ. ഇനി ആവശ്യത്തിനുള്ള പൈസ പയ്യൻ സമ്പാദിക്കണമുണ്ടല്ലോ ദുൽഖർ, ഇല്ലേ? മിക്കവാറും മമ്മൂട്ടിയേക്കാൾ വലിയ പാൻ ഇന്ത്യൻ സ്റ്റാറായിട്ട് ദുൽഖർ മാറിയേക്കാം. അതുകൊണ്ട് വലിയ തോതിലുള്ള നേട്ടങ്ങളുണ്ട്. എന്തിനാണ് ഇതിൻ്റെ പുറകെ?